ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഓൺലൈൻ ബ്രിഡ്ജ് കോഴ്സസ്. നമ്മൾ +1 ബ്രിഡ്ജ് കോഴ്സിലാണുള്ളത്. നിങ്ങളെല്ലാവരും കാലത്തെയും കൊറോണയും ഒക്കെ അതിജീവിച്ച 10ാം ക്ലാസ്സിലെ 10th SLC എക്സാംസ് വളരെ മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എഴുതി വന്ന് ഇരിക്കുന്ന പിള്ളേരാണ് നമ്മുടെ മുമ്പിലുള്ളത്. സോ ഓർക്കുക, വി ആർ ഗോയിങ് ടു നൗ നമ്മുടെ ജീവിതത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സെക്ഷനിലേക്ക്, ദാറ്റ് ഈസ് ദ +1 +2 എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകണം. ആൻഡ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ്? നിങ്ങളുടെ എല്ലാ ചാപ്റ്ററും പഠിപ്പിക്കുമ്പോൾ അതിന്റെ ടീച്ചേഴ്സ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്താണ് +1 +2ന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ യു നോ, 10th നമ്മൾ എന്തിനു നന്നായിട്ട് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്കൂളിലേക്ക് എൻട്രി കിട്ടുന്നു, അല്ലെ? അവിടെ തന്നെ ഏറ്റവും വലിയൊരു പോയിന്റ് ആണ്. 10th നമ്മൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം, പല സാഹചര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിന്റെ പല സാഹചര്യങ്ങൾ ചോദിക്കുന്ന നിങ്ങൾ കാണിക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ആണ് 10th സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് സ്കോളർഷിപ്പിനായിട്ട് അല്ലെങ്കിൽ പല രാജ്യങ്ങളിലേക്ക് നിങ്ങൾ ഫർദർ സ്റ്റഡീസിന് പോകുന്ന സമയത്ത് അവിടെയുള്ള അഡ്മിഷൻസിൽ, അവിടെയുള്ള സ്കോളർഷിപ്സിൽ വരെ നിങ്ങൾക്ക് വളരെ കീ പോയിന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് SSLC സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബേസിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആൻഡ് അഡ്മിഷൻ ഇൻ ടു വൺ ഓഫ് ദി ബെറ്റർ സ്കൂൾ, ഒരു ഗ്രേറ്റ് സ്കൂളിലേക്ക്, അല്ലെ, നല്ലൊരു സ്കൂളിലേക്ക് ഒരു അഡ്മിഷൻസ് തേടുക എന്നുള്ളത് കൂടിയാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിച്ച് മീൻസ് അവിടെ തന്നെ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. +1 +2 എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ബേസിക്കലി നിങ്ങൾ എന്ത് പഠിക്കണം, നിങ്ങളൊരു ഡോക്ടർ ആകണോ, എഞ്ചിനീയർ ആകണോ, അതല്ല നിങ്ങൾ മറ്റൊരു പ്രൊഫഷൻസിലേക്ക് പോകണോ എന്നൊക്കെ നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾ +1 +2 ആണ്. ബേസിക്കലി നമുക്ക് ഇങ്ങനെ ഒരു കൊറോണ സിറ്റുവേഷൻസ് വന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടാവും. എഡ്യൂക്കേഷൻ കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. ബാക്കി എല്ലാ ഫീൽഡുകളും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തളർന്നു പോവുകയാണ്. പക്ഷെ എഡ്യൂക്കേഷനലി ദോസ് ഹു ആർ ഗെറ്റിംഗ് ഓർ ദോസ് ഹു ആർ അച്ചീവിംഗ് ഗുഡ് പൊസിഷൻസ് ദേ വിൽ ബി ഓൾവേസ് ഇൻ സർവൈവൽ കണ്ടീഷൻസ്. അതാണ് നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ +1 +2 നിങ്ങളൊരു ഡോക്ടർ ആകണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി നിങ്ങൾക്കറിയാം, നിങ്ങൾ എഴുതേണ്ട എക്സാം എന്ന് പറയുന്നത് നീറ്റ് എക്സാമിനേഷൻ ആണ്. പ്രീ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് എന്ന് പറയുന്നത് നീറ്റ് എക്സാമിനേഷൻ, അല്ലെ? അപ്പൊ നമുക്ക് നീറ്റ് എക്സാമിനേഷനിലൂടെയാണ് നമ്മുടെ കംപ്ലീറ്റ് എൻട്രി ഉള്ളത്. 2020 നീറ്റ് എക്സാം ഈ വരുന്ന ജൂലൈയിൽ നടക്കാൻ പോവാണ്. അപ്പൊ ബേസിക്കലി ഈ നീറ്റ് എക്സാമിലൂടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മേജർ ആയിട്ടുള്ള അഡ്മിഷൻസ് ഒക്കെ നടക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ നീറ്റ് എക്സാമിന് നമുക്ക് വരുന്ന സ്കോറുകൾ എന്ന് പറയുന്നത് 180 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അപ്പിയർ ചെയ്യാനുള്ളത്. 180 ക്വസ്റ്റ്യൻസ്. ഈ 180 ക്വസ്റ്റ്യൻസിൽ ഔട്ട് ഓഫ് 90 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അതിന്റെ നേർപകുതി എന്ന് പറയുന്നത് ബയോളജി സ്ട്രീമിൽ നിന്നിട്ടാണ് ചോദിക്കുന്നത്. ബയോളജിയിൽ നിന്നിട്ടാണ് 90%, 50% ക്വസ്റ്റ്യൻ, അതായത് 90 ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. ബാക്കി 90 ക്വസ്റ്റ്യൻസിനെ ഈക്വൽ ആയിട്ട് 45 ക്വസ്റ്റ്യൻ ഫിസിക്സിൽ നിന്നിട്ടും 45 ക്വസ്റ്റ്യൻ നമ്മുടെ കെമിസ്ട്രിയിൽ നിന്നിട്ടാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ ബേസിക്കലി നിങ്ങളൊരു ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു മെഡിക്കൽ പ്രൊഫഷൻസിലേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അവിടെയും നമുക്ക് +1 +2ന്റെ കോഴ്സുകളാണ് നമുക്ക് പഠിക്കേണ്ടത്. ആ +1 +2 നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിപ്പിക്കേണ്ട ഒരു ഏരിയ കൂടിയാണ് ഈ ബയോളജി എന്ന് പറയുന്നത്. ഓക്കെ, വൈ ഐ ആം ഗിവിംഗ് ദിസ് ഇൻട്രൊഡക്ഷൻ? ബിക്കോസ് ടുഡേ വി ആർ ഡീലിംഗ് ദ ബോട്ടണി ക്ലാസ്സസ്. ഞാൻ നിങ്ങളുടെ ബോട്ടണി ലെക്ചർ ആണ്. എന്റെ പേര് മുഹമ്മദ് ഫവാസ്. ഞാൻ FB എന്നറിയപ്പെടും. ബേസിക്കലി ഞാൻ കേരളത്തിലെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടില് മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. നിങ്ങളുടെ ഓൺലൈൻ ഈ ഒരു സംരംഭത്തിൽ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും. അപ്പൊ ബേസിക്കലി ഞാൻ നിങ്ങളോട് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്തിനു ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ എൻ്റർ ചെയ്യുന്നത് ബോട്ടണിയുടെ സെക്ഷനിലേക്ക്, എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മുടെ ബോട്ടണിയുടെ സെക്ഷൻസിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകണം. നമ്മൾ ബോട്ടണി എങ്ങനെ പഠിക്കണം, അതെങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ബേസിക്കലി നമുക്ക് ഇവിടെ ബോട്ടണിയിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ സെക്കൻഡ് ഇയറും +1 നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് +2നേക്കാളും കുറച്ചും കൂടി ഡീപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സെക്ഷൻ +1 ആണ്. അപ്പൊ +1 നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിൽ നിങ്ങൾക്ക് +1ലേക്ക് വരുമ്പോൾ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ അത് മനസ്സിലാക്കണം. ഒരുപക്ഷെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ വന്ന പോലെ വളരെ കുറഞ്ഞ പോർഷൻസ് ഒരു കൂടിയ സമയത്തിനുള്ളിൽ പഠിച്ചെടുത്ത് വളരെ റിലാക്സ്ഡ് ആയിട്ട് പഠിച്ചാണ് നമ്മൾ 10ാം ക്ലാസ് വരെ വരുന്നത്. പക്ഷെ നമ്മൾ +1ലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ സിലബസ് എന്ന് പറയുന്ന NCERT സിലബസ് ആണ്. ഈ NCERT സിലബസിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നുള്ള മാറ്റങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. പെട്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അതിനെ അച്ചീവ് ചെയ്യാൻ പഠിക്കണം. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ശുരുവാത്തിന് ഇനീഷ്യൽ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, റേഞ്ച് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നിങ്ങളെ എസ്കലേറ്റ് ചെയ്ത് നിങ്ങൾ വെക്കണം. അത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ പഠിച്ച പോലെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് നമുക്ക് എക്സാമിലേക്ക് പോകാൻ പറ്റത്തില്ല. വലിയൊരു സിലബസ് തന്നെ NCERTയുടെ സിലബസ്. കാരണം ഞാൻ വലിയതെന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്കറിയാം, +1 +2 അതിന്റെ ഒരു സിലബസ് ബേസ് ചെയ്തിട്ടാണ് ഈവൻ
നമ്മുടെ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും നടക്കുന്നത്. നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, +1 +2 ബേസിക് വെച്ചിട്ടാണ് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും നടക്കുന്നത്. ഈവൻ നമ്മുടെ ഞാൻ പറഞ്ഞ ഓൾറെഡി നീറ്റ് എക്സാമിനേഷൻസ്, JEE എക്സാമിനേഷൻ, IIT എൻട്രിക്കുള്ള JEE എക്സാമിനേഷൻസ്. നിങ്ങൾ ഒരു പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ചിലപ്പോ ഈ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ ചില ഗ്രാജുവേഷൻസ് ഒക്കെ കഴിഞ്ഞ ആൾക്കാർ അത് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് കാറ്റ് എക്സാമിനേഷൻസിൽ പോകാറുള്ളത്. കാറ്റ് എക്സാമിനേഷൻ അത് ശരിക്കും ഒരു MBA അഡ്മിഷൻസിന് വേണ്ടിയിട്ടുള്ള. ഞാനൊരു കാറ്റ് എക്സാമിനേഷൻ ആസ്പിരന്റ് ആണ്. ഞാനത് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കാലിക്കറ്റ് IIM ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് എടുക്കാൻ വരുന്നത്. അപ്പൊ ബേസിക്കലി ഞാൻ ഇതൊക്കെ പറയുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് എന്തിനു ഓർമ്മിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേ +2 ടോപ്പിക്കാണ് ഈ കാറ്റ് എക്സാമിനേഷന്റെയും മെയിൻ. ഈ +2 ടോപ്പിക് എന്ന് പറയുമ്പോൾ ആ +2 ടോപ്പിക് ബേസ് ചെയ്തിട്ട് അതിന്റെ അപ്ലിക്കേഷൻസ് ആയിട്ടാണ് പിന്നീട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അപ്പൊ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെയും ബേസ് +1 +2 ആണ്. +1 +2 ടോപ്പിക്സ് ആണ്. അപ്പൊ എത്രത്തോളം ഡീപ്പായിട്ട് നിങ്ങൾ അതിൽ പഠിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ, എത്രത്തോളം ഡീപ്പായിട്ട്. ഒരു പക്ഷേ എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയാം, ഒരു പക്ഷേ നിങ്ങൾ ഈ ഡിഗ്രി നിങ്ങളുടെ ഈ +1 +2 സ്കൂളിംഗ് ടൈം കഴിഞ്ഞിട്ട് നിങ്ങൾ ഗ്രാജുവേഷൻസിലേക്ക് പോകുന്ന സമയത്ത് പോലും നിങ്ങൾ യു വോണ്ട് ഫീൽ ദാറ്റ് ഈസ് ഞാൻ +1 +2 സമയത്ത് അല്ലെങ്കിൽ എന്റെ ഒരു എൻട്രൻസ് കോച്ചിങ്ങിന്റെ സമയത്ത് പഠിച്ച അത്ര ഗഹരാമേ ഡീപ്പിലായിട്ട് ഞാൻ എവിടെ പഠിച്ചിട്ടില്ല, ഗ്രാജുവേഷൻസിൽ പോലും പഠിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പോലും ഫീൽ ചെയ്യും. അപ്പൊ ബേസിക്കലി നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ലൈഫിനെ ഒരു നല്ല നിലയിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട ഒരു വർഷമാണ് +1 +2 എന്ന് പറയുന്ന 2 കൊല്ലം. ഇത് നിങ്ങൾ ഡിസൈഡ് ചെയ്യും, നിങ്ങളൊരു ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, അല്ലെങ്കിൽ ഏതൊരു പ്രൊഫഷൻ ഡിസൈഡ് ചെയ്യണം എന്നുള്ളത്. കാരണം ഏതൊരു പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ഡോക്ടർ, നിങ്ങൾക്ക് MBBS അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് മാത്രം പഠിച്ചാൽ മതി, MBBS കോഴ്സുകൾ മാത്രം പഠിച്ചാൽ മതി. അത് നന്നായി പഠിച്ചാലും മോശമായി പഠിച്ചാലും നിങ്ങൾ ഡോക്ടറാണ്. യു ഗോട്ട് മൈ പോയിന്റ്. നന്നായി പഠിച്ചാലും മോശമായി പഠിച്ചാലും നിങ്ങൾ ഡോക്ടറാണ്. എഞ്ചിനീയറിംഗ് സപ്ലി വെച്ചിട്ട് എഴുതിയാലും അല്ലെങ്കിൽ എഴുതിയാലും നിങ്ങൾ ഒരു എഞ്ചിനീയർ ആണ്. സോ ബേസിക്കലി പക്ഷേ ആ ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഈ 2 വർഷം ഇമ്പോർട്ടന്റ് ആണ്. സോ നന്നായിട്ട് പഠിക്കുക, എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നല്ലൊരു മാർക്ക് +1 +2 നിങ്ങൾ സ്കോർ ചെയ്ത് വെക്കുക. ഇനി ഇവിടെ ഞാൻ അതിനോട് കൂടെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അഡ്മിഷൻസിനോട് കൂടെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സ്കോളർഷിപ്പ്. നമ്മളിപ്പോ വിചാരിക്കും സ്കോളർഷിപ്പ് അത് നമ്മളിപ്പോ 2000-ന്റെയും 1000-ന്റെയും ഒക്കെ സ്കോളർഷിപ്പ് നിങ്ങൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളൊക്കെ ഫോറിൻ സ്റ്റഡീസ് ഒക്കെ നടത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു UK ബേസ്ഡ് അതേപോലെ ഇറ്റലി ബേസ്ഡ് ഒക്കെ ഒരു ഫോറിൻ സ്റ്റഡീസിന് വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഒരു വർഷത്തില് 5000 യൂറോ വരെ 5000 പൗണ്ട് വരെയൊക്കെ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നമ്മുടെ +1 10th മാർക്കിനെ ബേസ് ചെയ്തിട്ടും ഗ്രാജുവേഷൻ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ +2 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ സ്കോളർഷിപ്പ് കിട്ടാനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. 5000 യൂറോ എന്നൊക്കെ പറയുമ്പോൾ 8-9 ലക്ഷത്തിനടുത്തതായി ഒരു വർഷത്തിൽ നിന്ന് കിട്ടുന്ന സ്കോളർഷിപ്പാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് മാസം 2000 കിട്ടുന്ന അല്ലെങ്കിൽ 1000 കിട്ടുന്ന സ്കോളർഷിപ്പാണ്. അപ്പൊ ബേസിക്കലി നല്ലൊരു സ്റ്റഡി നടത്തണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ആവും. ആ എമൗണ്ടിന് എനിക്ക് നല്ലൊരു സ്കോളർഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിലും യു മസ്റ്റ് നോ ദ ബേസിക്സ്, അല്ലെങ്കിൽ ഈ ഒരു +2 നന്നായിട്ട് നിങ്ങൾ കവർ ചെയ്ത് പോകണം. ഓക്കെ, ലെറ്റ് us come to the botany topic. ബോട്ടണി പോർഷൻസിലോട്ട് ടോപ്പിക്കിലോട്ട് നിങ്ങൾ ബോട്ടണി പോർഷൻസിലോട്ട് നമുക്ക് ബോട്ടണിയിൽ പഠിക്കാനുള്ള ടോപ്പിക് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇത് ഡീൽ ചെയ്യുന്നത് നമ്മൾ മുമ്പൊക്കെ പഠിച്ചിരിക്കുന്ന ലിനിയസ് ക്ലാസിഫിക്കേഷൻ ഒക്കെ പഠിച്ചതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ലേ? അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തു പോകേണ്ട ചാപ്റ്ററാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. രണ്ടാമതായിട്ട് നിങ്ങൾ പഠിക്കാനുള്ള ടോപ്പിക്, നിങ്ങൾ ബ്രിഡ്ജിലൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ +1 നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പ്ലാന്റ് കിങ്ഡം ആണ്. പ്ലാന്റ് കിങ്ഡം ആണ്. അതായത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഒരു കിങ്ഡം എടുത്ത് പഠിക്കും. ഇത് സുവോളജിയിലാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആനിമൽ കിങ്ഡം പഠിക്കാനുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ ബോട്ടണിയിലാണെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റ് കിങ്ഡത്തിനെ കുറിച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്. സോ അതാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ മോർഫോളജിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഈ ചാപ്റ്ററിൽ നമ്മൾ എല്ലാം ഡിസ്കസ് ചെയ്യും. പ്ലാന്റ്സിന്റെ എല്ലാ പോർഷൻസിനെ കുറിച്ചിട്ടും സ്റ്റാർട്ടിംഗ് ഫ്രം റൂട്ട് മുതൽ പ്ലാന്റിന്റെ ഫ്ലവർ, സീഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അത് കഴിഞ്ഞ് നാലാമതാണ് മോർഫോളജി. നമുക്കറിയാം ഭാഗികമായിട്ടുള്ള പുറത്തുള്ള എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ള സ്റ്റഡി ആണെങ്കിൽ അടുത്ത് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്ന മക്കളെ നെക്സ്റ്റ് ചാപ്റ്ററാണ് അനാറ്റമി. അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ അനാറ്റമിയെ കുറിച്ചുള്ള ചാപ്റ്റേഴ്സ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5ാമത്തെ സെക്ഷൻ ആണ് ദ സെൽ ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. സെൽ ദി ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്.
സെൽ ദി ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് പഠിക്കാനുള്ളത്. സെല്ലിനെ കുറിച്ചിട്ട് ദി എവറി ഓർഗാനിസംസ് ഓൺ ദിസ് എർത്ത് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് അല്ലെങ്കിൽ കൺസിസ്റ്റ് ഓഫ് എ സിമ്പിൾ യൂണിറ്റ് ഇസ് നോൺ എസ് സെൽ അല്ലെ. ആ സെല്ലിന്റെ ഉള്ളിൽ എന്തൊക്കെ പാർട്ടുകളുള്ളത്, സെൽ എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള പഠിക്കേണ്ട ചാപ്റ്റർ ആണ് സെൽ ദി ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആറാമതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടൈപ്പ് എന്ന് പറയുന്നത് സെൽ ഡിവിഷൻ ആൻഡ് സെൽ സൈക്കിൾ എന്ന് പറയുന്ന ചാപ്റ്റർ. സെൽ ഡിവിഷൻ, എന്തിനാ സെൽ ഡിവിഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 10th എന്തിനാ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്? ഒരു ഓർഗാനിസംസ് റിപ്ലിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഓർഗാനിസംസ് മൾട്ടിപ്ലിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. എങ്ങനെയാണ്? സെൽ ഡിവിഷൻസ് നടന്നിട്ടാണ്. നമ്മളൊക്കെ നമ്മളൊക്കെ ഉണ്ടായ സമയത്ത് സൈഗോട്ടായിട്ട് നമ്മൾ ചെറിയ എംബ്രിയോ ആയിട്ട് പുറത്തോട്ട് പോകുന്നു, അല്ലെങ്കിൽ ചെറിയ ഒരാളായിട്ട് പുറത്തോട്ട് വന്ന സമയത്ത്, ഒരു കുഞ്ഞ് ഫോം ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയൊരാളാണ്. ആ ഒരു ചെറിയ മനുഷ്യനിൽ നിന്നിട്ട് വലുതാകുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും എങ്ങനെ ഇയാൾ വലുതാകുന്നത്, അയാളുടെ ബോഡിയിൽ പുതിയ പുറത്ത് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ? ഇല്ല. എന്താ? സെല്ലിന്റെ ഡിവിഷൻസ് നടന്നിട്ടാണ്. സെല്ലിന്റെ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻസ്, മൈറ്റോട്ടിക് ഡിവിഷൻസും മിയോട്ടിക് ഡിവിഷനും ഒക്കെ നടന്നിട്ടാണ്. അത് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് ഇത് സെൽ ഡിവിഷൻ ആൻഡ് സെൽ സൈക്കിൾ. ബേസിക്കലി സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക് 6 ടോപ്പിക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്നത് പ്ലാന്റിന്റെ ഫിസിയോളജി. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആയാലും പ്ലാന്റ് കിങ്ഡം ആയാലും മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയാലും അനാറ്റമി ആയാലും ഒക്കെ ഒരുപാട് കാര്യങ്ങള്, പുതിയ ടെർമിനോളജീസ് ഒക്കെ നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാനും. പിന്നെ ഇത് ഇങ്ങനെയാണ് നമ്മൾ പറയല്ലോ, ഇപ്പം ഒരു മനുഷ്യന്റെ ബോഡി എടുത്തിട്ട്, ഇപ്പൊ ഒരാളുടെ ഫിസിക്കൽ സ്ട്രക്ചർ എടുത്തിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരാൾക്ക് 2 കൈയുണ്ട്. കൈ എന്ന് പറയുന്നത് അറ്റാച്ച് ചെയ്യുന്നത് ഇവിടെയാണ്, ഇത് വലത്തേതാണ്, ഇത് ഇടത്തേതാണ്. അപ്പൊ നമ്മൾ ചോദിക്കും എങ്ങനെ കൈ ഉണ്ടായത് എന്ന് ചോദിച്ചെങ്കിൽ അർത്ഥമില്ല. നമുക്ക് കൈ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയണം. കൈ ഉണ്ട് അവിടെ, കാലുണ്ട്, അതുപോലെ തലയുണ്ട് എന്നുള്ളത് എന്താണ്? ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ അങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഒരാൾ ചോദിക്കുകയാണ് നമ്മുടെ ഫുഡ് എങ്ങനെയാണ് അതിന്റെ ചൂയിങ് നടക്കുന്നത്, അല്ലെങ്കിൽ ഫുഡ് എങ്ങനെയാണ് ഡൈജസ്റ്റ് ആകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന്റെ മെക്കാനിസം പറഞ്ഞു കൊടുക്കാൻ പറ്റും. സിമിലർ ആയിട്ട് നമ്മൾ റെസ്പിറേറ്ററി മെക്കാനിസത്തിനെ കുറിച്ച് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എക്സ്ക്രീറ്ററി മെക്കാനിസം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇനി അടുത്ത് എൻ്റർ ചെയ്യാൻ പോകുന്നത് പ്ലാന്റ്സിൽ ഇതുപോലെ മെക്കാനിസംസ് ഇല്ല മക്കളെ. എന്ത്? ഫുഡിനെ റൂട്ടിൽ നിന്നിട്ട് മുകളിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. എങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്? ലീഫിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. കാരണം ലീഫിൽ വെച്ചിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന 7ാമത്തെ ചാപ്റ്റർ ആണ് ഇത് ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റ്സ്. ഏതാണ്? ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമുക്ക് 7ാമതായി പഠിക്കാനുള്ളത്. ഓക്കെ, ലിസൺ. 8ാമതായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്ന ചാപ്റ്റർ ആണ് മിനറൽ ന്യൂട്രീഷൻ. ചാപ്റ്ററിന്റെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിനറൽ ന്യൂട്രീഷൻ. നമുക്ക് ഒരുപാട് എലമെന്റ്സ് പ്ലാന്റിന് അതിന്റെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ന്യൂട്രിയൻസ് ആയിട്ട് ഒരുപാട് എലമെന്റ്സ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. നൈട്രജന്, ഫോസ്ഫറസ്, പൊട്ടാസ്യംസ് പോലെയുള്ള ഒരുപാട് എലമെന്റ്സ് പ്ലാന്റ്സിന്റെ ബോഡി ഓർഗനൈസേഷനായിട്ടും അതിന്റെ ന്യൂട്രിയൻസ് കമ്പോണന്റ് ആയിട്ടും ഫുഡിന്റെ കമ്പോണന്റ് ആയിട്ടും അതിന്റെ എക്സിസ്റ്റൻസിന് അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഉണ്ട്. അതിനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ് മിനറൽ ന്യൂട്രീഷൻ. പ്രധാനമായിട്ടും ഈ ചാപ്റ്ററൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ മിനറൽ ന്യൂട്രീഷനിലൊക്കെ ഒരുപാട് ന്യൂട്രിയൻസും അതിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ മെയിൻ ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ പഠിപ്പിക്കുക വെച്ച് കഴിഞ്ഞാൽ ആക്രോണിംസ് ബേസ് ചെയ്തിട്ട് പഠിപ്പിക്കുക. എന്താ ആക്രോണിംസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് കട്ട് ബേസ് ചെയ്തിട്ട് അല്ലെ. കാരണം നമ്മൾ ഓരോ ഷോർട്ട് കട്ട്സുകൾ ഉണ്ടാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് മിനറൽ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ, 9ാമതായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ചാപ്റ്റർ ആണ് ഫോട്ടോസിന്തസിസ്. The chapter is known as photosynthesis. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫോട്ടോസിന്തസിസിനെ കുറിച്ചുള്ള ചാപ്റ്റർ ഒക്കെ നിങ്ങൾ 10th പഠിച്ചു പോയിരുന്നുണ്ട്. എന്താണ്? സസ്യങ്ങൾ എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്, ഹൗ ദ പ്ലാന്റ്സ് ആർ ക്രിയേറ്റിംഗ് ദ ഫുഡ്. നമുക്ക് ബേസിക്കലി ഒരു കാര്യം അറിയാം. ആക്ച്വലി നമ്മുടെ വേൾഡില്, നമ്മുടെ എർത്തില് ആകെ പ്രൈമറി പ്രൊഡ്യൂസർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആൾക്കാർ ആരാണ്? പ്ലാന്റ്സ് ആണ്. ബാക്കിയുള്ള എല്ലാ ഓർഗാനിസംസും, ഓൾ ദി അതർ ഓർഗാനിസംസ്, ജോ ബി ഹോ കോയി ബി ഹോ, മത്ലബ് ആനിമൽസ് ആയിക്കോട്ടെ, മൈക്രോ ഓർഗാനിസംസ് ആയിക്കോട്ടെ, ഈവൻ ബാക്ടീരിയ ആയിക്കോട്ടെ, ഏതൊരു ഓർഗാനിസംസും ആയാലും അവർക്കൊക്കെ ഫുഡ് കിട്ടുന്ന എവിടുന്നാണ്? പ്ലാന്റിൽ നിന്നിട്ടാണ്. പക്ഷെ എന്താണ്? പല സ്റ്റേജിലായിട്ടാണ്. പ്ലാന്റിനെ ഭക്ഷിക്കുന്ന ആൾക്കാരെ ഹെർബിവോർസ് എന്ന് പറയും, അതിനെ ഭക്ഷിക്കുന്ന ആൾക്കാരെ കാർണിവോർസ് എന്ന് പറയും. കാർണിവോർസിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന സുപ്പീരിയർ കാർണിവോർസ് ഉണ്ട്. അതുപോലെ ഇവരൊക്കെ മരിച്ചവരിൽ അല്ലെങ്കിൽ ഡെഡ് ആൻഡ് ഡീക്കേഡ് ആയിട്ടുള്ള ഓർഗാനിസംസിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ് മൈക്രോ ഓർഗാനിസംസ്. ബേസിക്കലി ഓർക്കുന്നുണ്ടോ നിങ്ങള്? അത് നമ്മൾ ഡെഡ് റിട്ടോവോസ് എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ബേസിക്കലി കാരണം നമ്മുടെ ഒരു തെർമോഡൈനാമിക്സ് ഒരു ലോ ഉണ്ട് ഇവിടെ. എന്ത് തെർമോഡൈനാമിക്സിന്റെ ലോ എന്ന് പറയുന്നത്? നമുക്കറിയാം എനർജി എന്ന് പറയുന്ന സംഭവം നമുക്കിവിടെ കിട്ടുന്നത്, ശരിക്കും എനർജി നമുക്കിവിടെ കിട്ടുന്ന വരുന്ന നമ്മുടെ സൺ എന്ന് പറയുന്ന ഒറ്റ ലോസിൽ നിന്നും, ഒറ്റ സോഴ്സിൽ നിന്നിട്ടാണ്.
എനർജി ഭൂമിയിൽ എത്തുന്നത് ഒരേ ഒരു സോഴ്സിൽ നിന്നിട്ടാണ്, എവിടെ നിന്നാണ്? സണ്ണിൽ നിന്നിട്ടാണ്. ആ എനർജിയെ നമ്മൾ ഇവിടെ ഭൂമിയിൽ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരാവശ്യമാണ്? പ്ലാന്റ്സിന് ആവശ്യമാണ്. അപ്പൊ ബേസിക്കലി പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ്. ആ പ്ലാന്റ്സിൽ നിന്നിട്ടാണ് എല്ലാവർക്കും ഫുഡ് കിട്ടുന്നത്. കാരണം പ്രൈമറി സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്ന സണ്ണിൽ നിന്നിട്ടാണ് നമുക്ക് ഫുഡ് കിട്ടുന്നത്. അതാണ് ഏറ്റവും ബേസിക്. നമ്മുടെ ഈ ലോകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഓർഗാനിസംസിനും എനർജി കിട്ടുന്നത് സണ്ണിൽ നിന്നിട്ടാണ്. അപ്പൊ ആ സണ്ണിലുള്ള എനർജിനെ, ലൈറ്റിന്റെ ഫോംസിലുള്ള എനർജിനെ ആദ്യം ഫിക്സ് ചെയ്തിട്ട് അതിനെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരാവശ്യമുണ്ട്? പ്ലാന്റ്സിന് ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ സ്റ്റഡി ഓഫ് ബോട്ടണിയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലായല്ലോ. ബാക്കി ഏത് സബ്ജക്ട് പഠിക്കണമെങ്കിലും ആദ്യം ഏത് പഠിക്കണം? ബോട്ടണി അറിഞ്ഞിരിക്കണം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. ഫോട്ടോസിന്തസിസ്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് എന്താ? 10th ആയിട്ട് ഫോട്ടോസിന്തസിസ് കഴിഞ്ഞാല് പിന്നെ റെസ്പിറേഷൻ ആണ്. ഫോട്ടോസിന്തസിസ് കഴിഞ്ഞാല് റെസ്പിറേഷൻ ആണ്. റെസ്പിറേഷന്റെ കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ അല്ലെ. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അതേ ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റോറേജ് ഇരിക്കുന്ന ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എനർജിനെ റിലീസ് ചെയ്യുന്ന ATPയുടെ ഫോമില് എനർജിനെ എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ആണ് റെസ്പിറേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, 11ാമതായിട്ട് നമുക്കിവിടെ പഠിക്കേണ്ട ചാപ്റ്റർ റെസ്പിറേഷൻ കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചാപ്റ്റർ ആണ്. ശ്രദ്ധിച്ചിരുന്നോ? പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അടുത്ത ചാപ്റ്റർ ആണ് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ ഈ ചാപ്റ്റർ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് പ്ലാന്റ് ഗ്രോത്ത് നടക്കുന്നത്, അതുപോലെ പ്ലാന്റിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നത് എങ്ങനെയാണ്, ഇവിടെ ഉണ്ടാകുന്ന വാരിയസ് ഫേസുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ നൗ ലിസൺ ഹിയർ ബോട്ട്. ഇവിടെ 11 ടോപ്പിക് ആണ് നമുക്ക് പ്രധാനമായിട്ട് പ്ലസ് 1 പഠിക്കാനുള്ളത്. ഏതൊക്കെ? ബയോളജി ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അനാട്ടമി, സെൽ ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻസ്, ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റ്സ്, മിനറൽ ന്യൂട്രീഷൻസ്, ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻസ് ആൻഡ് പ്ലാന്റ് ഗ്രോത്ത്. ഇവിടെ 5 ചാപ്റ്ററുകൾ, 1, 2, 3, 4, 5. ഈ 5 ചാപ്റ്ററുകൾ എന്ന് പറയുന്നത് പ്ലാന്റിന്റെ ഫിസിയോളജിയുമായിട്ട് ഡീൽ ചെയ്യുന്ന ചാപ്റ്ററാണ്. ഈ 5 ചാപ്റ്റർ പ്ലാന്റിന്റെ ഫിസിയോളജിയുമായിട്ട് ഡീൽ ചെയ്യുന്ന ചാപ്റ്റർ. ഓക്കെ, ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പൊ നമ്മള് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒരു ബേസ് ഉണ്ടാക്കി വെച്ചേക്കാം. ചാപ്റ്ററിന്റെ പേര് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ ഒരു ബേസ് കൊടുക്കാൻ പോകണം. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പേരിൽ തന്നെ ഉണ്ട്. എന്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ? എന്താണ് ദിസ് ചാപ്റ്റർ ഡീൽ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ എല്ലാ ഓർഗാനിസംസിനെയും, ബയോളജിക്കൽ ഓർഗാനിസംസിനെ അതിനെ ഓരോ ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിലൂടെയാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിച്ചെടുക്കാനുള്ളത്. അപ്പൊ അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ട്രൈ ചെയ്ത സയന്റിസ്റ്റ് എന്ന് പറയുന്ന അരിസ്റ്റോട്ടിലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അരിസ്റ്റോട്ടിലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അരിസ്റ്റോട്ടില് നമുക്ക് പ്ലാന്റ്സിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. നമുക്കറിയാവുന്ന പോലെ നമുക്കൊക്കെ ചെയ്യാൻ പോകുന്ന ഈസി ആയിട്ടുള്ള 3 ക്ലാസിഫിക്കേഷൻ ഏതാണ്? ലാർജ് ആയിട്ടുള്ള ആൾക്കാരെ ട്രീസ് എന്നും, പിന്നെ shrubs എന്നും, ട്രീസ്, shrubs ആൻഡ് herbs, ഇങ്ങനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അപ്പൊ അരിസ്റ്റോട്ടലിന്റെ ക്ലാസിഫിക്കേഷൻ, അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈഡ് ദ പ്ലാന്റ്സ് ഇൻടു ട്രീസ്, shrubs ആൻഡ് herbs, ഇങ്ങനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇനി ഇദ്ദേഹം ആനിമൽസിനെയും ക്ലാസിഫൈ ചെയ്തു. ആനിമൽസിനെയും അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി 2 ആയി ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് റെഡ് ബ്ലഡഡ് ആനിമൽ, റെഡ് ബ്ലഡഡ് ആനിമൽസ് ആയിട്ട്, റെഡ് ബ്ലഡഡ് ആനിമൽസ്. ആൻഡ് അനദർ വൺ ഇസ് നോൺ റെഡ് ബ്ലഡഡ് ആനിമൽസ്, നോൺ റെഡ് ബ്ലഡഡ് ആനിമൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അപ്പൊ ഇതാണ് ബേസിക് ക്ലാസിഫിക്കേഷൻ. ചെക്ക് ചെയ്യാം. അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈഡ് ദ പ്ലാന്റ്സ് ഇൻടു ട്രീസ്, shrubs ആൻഡ് herbs. നമ്മുടെ ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തു റെഡ് ബ്ലഡഡ് ആൻഡ് നോൺ റെഡ് ബ്ലഡഡ്. അപ്പൊ ബേസിക് ആയിട്ട് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കി കഴിയുകയാണെങ്കിൽ ഈ ക്ലാസിഫിക്കേഷൻസിൽ ആകെ പ്ലാന്റ്സിനെ കുറിച്ചും ആനിമൽസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊരു ബേസ് ഇല്ലാത്ത ക്ലാസിഫിക്കേഷൻ ആണ്. പ്ലാന്റ്സിന് ജസ്റ്റ് ട്രീസും, shrubsഉം, herbsഉം ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന പ്ലാന്റ്സിന്റെ ഹൈറ്റിനെ മാത്രമാണ് അല്ലെ. ബാക്കി ഒരു ക്യാരക്ടേഴ്സിനും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. മാത്രമല്ല മൈക്രോ ഓർഗാനിസംസിന് ഒരു സ്പേസ് ഇല്ല. ബേസിക്കലി അരിസ്റ്റോട്ടലിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ജനറലി ഒരു നല്ല സിസ്റ്റം അല്ല, അല്ലെങ്കിൽ കൂടുതൽ ക്യാരക്ടേഴ്സിനെ കൺസിഡർ ചെയ്തൊരു ക്ലാസിഫിക്കേഷൻ അല്ല. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻസ് ആണ്. നിങ്ങൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ബയോളജിയിൽ. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ദ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഇസ് നോൺ ആസ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഓർക്കുന്നില്ല? നിങ്ങൾ പേര് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ മുമ്പ് പഠിച്ചതാണ് അല്ലെ, ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ.
ഈ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരായിരുന്നു കാൾ ലിനേഴ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ആരായിരുന്നു? കാൾ ലിനേഴ്സ്. ലിനേഴ്സിന്റെ സ്പെല്ലിംഗ് ഇമ്പോർട്ടന്റ് ആണ്. കാൾ ലിനേഴ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആയിരുന്നു ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻസ് കൊടുത്തിരുന്നത്, അല്ലെ? അപ്പൊ ടു കിങ്ഡം ക്ലാസിഫിക്കേഷന് കാൾ ലിനേഴ്സ് പറഞ്ഞത് ബേസിക്കലി എന്താണ്? ഓർഗാനിസംസിനെ, എല്ലാ ഓർഗാനിസംസിനെയും നമുക്ക് രണ്ട് കിങ്ഡം ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നാമത്തെ ആൾക്കാർ എന്ന് പറയുന്നത് പ്ലാന്റ് കിങ്ഡം ആണ്. രണ്ടാമത്തെ ആൾക്കാരോ ആനിമൽ കിങ്ഡം ആണ്. സെക്കൻഡ് വൺ ഇസ് ആനിമൽ കിങ്ഡം. പ്ലാന്റ് കിങ്ഡം ആയിട്ടും ആനിമൽ കിങ്ഡം ആയിട്ടും നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ പ്ലാന്റ് കിങ്ഡത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രീസ് ആയാലും ഹെർബ്സ് ആയാലും ഷ്രബ്സ് ആയാലും എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്ലാന്റ് കിങ്ഡത്തിലാണ്. ഇനി ആനിമൽ കിങ്ഡത്തിന്റെ കേസിലായി കഴിഞ്ഞാല് നമുക്ക് സെൽ വാൾ പ്രസന്റ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ സെൽ വാൾ ആബ്സെന്റ് ആയിട്ടുണ്ട്. ആനിമൽസിൽ വരുന്ന എല്ലാ ആൾക്കാരും നമ്മൾ ആനിമൽ കിങ്ഡത്തിലേക്കായിരുന്നു നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നോക്കുക, ചില ഫംഗസിനൊക്കെ നിങ്ങൾക്ക് അറിയാം, ബാക്കി നമുക്ക് അറിയാവുന്ന കേസുകളാണ് ഫംഗസ് പോലുള്ള ആൾക്കാരൊക്കെ. ഫംഗസിന്റെ കേസിൽ സെൽ വാൾ പ്രസന്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസിഫിക്കേഷൻസിൽ ലിനേഴ്സ് ഫംഗസിനൊക്കെ പ്ലാന്റ് കിങ്ഡത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ടീരിയയും സെൽ വാൾ പ്രസന്റ് ആണ്. അതുകൊണ്ട് ലിനേഴ്സ് സെൽ വാൾ എന്ന് പറയുന്ന ഒറ്റ ക്യാരക്ടർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ആ ബാക്ടീരിയനെ കൊണ്ടുവന്നിട്ടും പ്ലാന്റ് കിങ്ഡത്തിൽ ഇട്ടു. ആക്ച്വലി അവരൊക്കെ പ്ലാന്റ് കിങ്ഡം ആണോ? പ്ലാന്റ് കിങ്ഡം അല്ല. അതുപോലെ സിമിലർ ആയിട്ട് ഈ ആനിമൽ കിങ്ഡത്തിലും സംഭവിച്ച കാര്യങ്ങൾ എന്താണ്? ചില പ്രോട്ടിസ്റ്റുകൾ സെൽ വാൾ ആബ്സെന്റ് ആയിട്ടുള്ള, ഇപ്പൊ യൂഗ്ലിനോയിഡ് ഒക്കെ ആണെങ്കിൽ അവരുടെ കേസിൽ എന്തില്ല? സെൽ വാൾ ഇല്ല. സെൽ വാളിന് പകരമായിട്ട് പ്രോട്ടീൻ ലെയർ ഉള്ളത്. അപ്പൊ അവരൊക്കെ കൊണ്ടുപോയിട്ട് ആനിമൽ കിങ്ഡത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ബേസിക്കലി ഈ ഒരു ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഇൻകംപ്ലീറ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. ഒരുപാട് ഡീമെറിറ്റ് ഉള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. കാരണം ബേസിക്കലി ഇവിടെ രണ്ട് കിങ്ഡം ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന, പ്ലാന്റ് കിങ്ഡം ആയിട്ടും ആനിമൽ കിങ്ഡം ആയിട്ടും. പക്ഷെ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു വ്യക്തതയില്ലാത്ത ഒരു ക്ലാസിഫിക്കേഷൻ ആണിത്. ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഡീമെറിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ ഡീമെറിറ്റ് എന്ന് ചോദിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കാൾ ലിനേഴ്സിന് പറയുന്ന ഡീമെറിറ്റുകൾ ഒന്നാമതാണ് ഇറ്റ് ഡസന്റ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ യൂകാരിയോട്ടിക് ആൻഡ് പ്രോകാരിയോട്ടിക്. അതാണ് ഏറ്റവും വലിയ കാര്യം. ആര് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല? യൂകാരിയോട്ടിക്കിനെയും ആൻഡ് പ്രോകാരിയോട്ടിക്കിനെയും. യൂകാരിയോട്ടിക്കിനെയും പ്രോകാരിയോട്ടിക്കിനെയും അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താ യൂകാരിയോട്ടിക്കും എന്താ പ്രോകാരിയോട്ടിക് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഒരു ന്യൂക്ലിയസും ന്യൂക്ലിയർ മെംബ്രെയിനുമായിട്ട് കറക്റ്റ് സ്ട്രക്ചർ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ യൂകാരിയോട്ടിക്കിൽ പെടുത്തുന്നത്. പ്ലാന്റ്സ് യൂകാരിയോട്ടിക്ക, ആനിമൽസ് യൂകാരിയോട്ടിക്ക, പ്രോട്ടിസ്റ്റ് യൂകാരിയോട്ടിക്ക, ഫംഗസ് യൂകാരിയോട്ടിക്ക. ആരാ പ്രോകാരിയോട്ടിക് എന്ന് പറയുന്നത്? ബാക്ടീരിയ പ്രോകാരിയോട്ടിക്ക. പക്ഷെ ഇവിടെ പ്രോകാരിയോട്ടിക്കിനെയും യൂകാരിയോട്ടിക്കിനെയും സെപ്പറേറ്റ് ചെയ്യുന്നില്ല. ഈ പ്ലാന്റ് കിങ്ഡത്തിൽ തന്നെ ബാക്ടീരിയയും ഇൻക്ലൂഡ് ആണ്, ഈ പ്ലാന്റ് കിങ്ഡത്തിൽ തന്നെ യൂകാരിയോട്ടിക് ആയിട്ടുള്ള പ്ലാന്റ്സും ഇൻക്ലൂഡ് ആണ്. എന്ന് പറഞ്ഞാൽ എന്തായിട്ടില്ല? രണ്ടാളെയും സെപ്പറേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതാണ് ഒന്നാമത്തെ ഡിമെറിറ്റ്. ഇറ്റ് ഡസന്റ് ഡിഫറൻഷിയേറ്റ് യൂകാരിയോട്ടിക് ആൻഡ് പ്രോകാരിയോട്ടിക്. യൂകാരിയോട്ടിനെയും പ്രോകാരിയോട്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല. നോക്കിക്കോ രണ്ടാമത്തെ പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഡസന്റ് ഡിഫറൻഷിയേറ്റ് ഓട്ടോട്രോപിക് ആൻഡ് ഹെറ്ററോട്രോപിക്. ഓട്ടോട്രോപിക്കിനെയും ഹെറ്ററോട്രോപിക്കിനെയും എന്ത് ചെയ്യുന്നില്ല? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല, അല്ലെ? വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഓട്ടോട്രോപിക് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ് ഈസ് ആക്ടിങ് ആസ് ഓട്ടോട്രോപിക്. ഫംഗസ്, ആനിമൽസ്, പ്രോട്ടിസ്റ്റൊക്കെ കുറച്ച് പേര് കുറച്ച് പേര് ഓട്ടോട്രോപിക് ആണ്. എന്നാലും ഫംഗസ്, ആനിമൽസ് ഒക്കെ ബേസിക്കലി എന്താണ് ഹെറ്ററോട്രോപിക്. അപ്പൊ ഓട്ടോട്രോപിക്കിനെയും ഹെറ്ററോട്രോപിക്കിനെയും ഒരേ കിങ്ഡത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഡീമെറിറ്റ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഒരു ഡീമെറിറ്റ് ആണ്. മൂന്നാമതായിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാം, ഇറ്റ് ഡസന്റ് ഡിഫറൻഷിയേറ്റ് യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ, അല്ലെ? എന്തിനാ ബേസ് ചെയ്യുന്നില്ല? യൂണിസെല്ലുലാറിനെയും മൾട്ടി സെല്ലുലാറിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് ഡീമെറിറ്റ്. യൂകാരിയോട്ടിക്കിനെയും പ്രോകാരിയോട്ടിക്കിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല, ഓട്ടോട്രോപിക്കിനെയും ഹെറ്ററോട്രോപിക്കിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല, ആൻഡ് യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാറിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല ഇൻ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അത് നമുക്ക് ഡീമെറിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ശ്രദ്ധിക്കണം. അപ്പൊ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞില്ല, അവിടെ തീർന്നിട്ടില്ല. പോരായ്മകൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പൊ സയന്റിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നോക്കാം, മൂന്നാമതായിട്ട് നമ്മൾ വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇവിടെ എന്താ സംഭവിച്ചു നോക്കാം. ഇവിടെ സയന്റിസ്റ്റ് ഹൂസ് നെയിം ഈസ് ഏണസ്റ്റ് ഹെക്കൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ്
ഏർണസ്റ്റ് ഹെക്കിൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ്, ഇയാളെന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് 2 കിങ്ഡത്തില് നമുക്ക് 2 കിങ്ഡമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു? ആദ്യം ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു, പിന്നെ എന്തുണ്ടായിരുന്നു? ആനിമേലിയ ഉണ്ടായിരുന്നു. പ്ലാന്റ് ഉണ്ടായിരുന്നു, ആനിമേലിയ ഉണ്ടായിരുന്നു. ഇവിടെ പുതിയൊരു കിങ്ഡം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ കിങ്ഡത്തിന്റെ പേരാണ് എന്ത്? പ്രോട്ടിസ്റ്റ. ദാറ്റ് കിങ്ഡം ഈസ് നോൺ ആസ് പ്രോട്ടിസ്റ്റ. Now see here, Planta is there, Animalia is there, Protista is there. Now, ആരാണ് ഈ പ്രോട്ടിസ്റ്റ ഗ്രൂപ്പിലേക്ക് വരുന്നത്? പ്രോട്ടിസ്റ്റ ഗ്രൂപ്പിലേക്ക് വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. എന്താണ്? യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് പ്രോട്ടിസ്റ്റയിലേക്ക് വരുന്നത്. വെറും യൂണിസെല്ലുലാർ ആണോ? അല്ല, യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസം. യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസംസ്. യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസംസ്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇൻ വിച്ച് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആക്ച്വലി ഫസ്റ്റ് യൂണിസെല്ലുലാറും മൾട്ടിസെല്ലുലാറും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്? In which kingdom the first unicellular and multicellular are actually differentiated? We can say that is happened in 3 kingdom classification. ഏർണസ്റ്റ് ഹെക്കിൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക്കിനെ സെപ്പറേറ്റ് ആയിട്ട് പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ഒരു കിങ്ഡം കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴും ഇത് ഫിനിഷ് ആണോ? അല്ല. ഫംഗ എന്ന് പറയുന്ന ഗ്രൂപ്പിന് ഇവിടെ ഇനിയും ഒരു സ്പേസ് ഇല്ല. അതുപോലെ പ്രോകാരിയോട്ടിക്കിനെ സെപ്പറേറ്റ് ആയിട്ട് ഇനിയും ഒരു സ്പേസ് ഇല്ല. അപ്പൊ ഫിനിഷ്ഡ് അല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. 4 കിങ്ഡം ഉള്ള ക്ലാസിഫിക്കേഷൻ ഏതാണ്? ഫോർത്ത് വൺ, 4 kingdom classification. 4 kingdom classification. ശ്രദ്ധിക്കുക. 4 kingdom classification പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് കോക്ലാൻഡ്. കോക്ലാൻഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് 4 kingdom classification ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇയാൾ എന്ത് ചെയ്തു വെച്ചാല് ഇയാള് ഇൻട്രൊഡ്യൂസേഴ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക്. പ്രോകാരിയോട്ടിക്കിനെയും യൂകാരിയോട്ടിക്കിനെയും സെപ്പറേറ്റ് ആക്കുക എന്നൊരു ഡീമെറിറ്റ് 2 കിങ്ഡത്തിൽ ഉണ്ടായിരുന്നു. സെപ്പറേറ്റ് ചെയ്തില്ല എന്ന് പറയുന്നത്. ആ ഒരു ഡീമെറിറ്റിനെ സോൾവ് ചെയ്തിരിക്കുന്നത് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻസിലാണ്. അപ്പൊ ഓൾറെഡി നമുക്കറിയാം, നമുക്ക് 3 ഉണ്ടായിരുന്നു, 3 കിങ്ഡംസ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ഒരു കിങ്ഡം ഓൾറെഡി ഉണ്ട്, ഏർണസ്റ്റ് ഹെക്കിൽ തന്നെ. പിന്നെ ലിനേഴ്സ് തന്ന പ്ലാന്റ ആൻഡ് ആനിമേലിയ എന്ന് പറയുന്ന 2 കിങ്ഡം ഓൾറെഡി ഉണ്ട്. പ്ലാന്റ ഉണ്ട്, ആനിമേലിയ ഉണ്ട്. ഇനി 4ാമതായിട്ട് പുതുതായിട്ട് കോക്ലാൻഡ് കൊടുത്ത ഒരു കിങ്ഡമാണ് മൊനീറ. കിങ്ഡം മൊനീറ. കിങ്ഡം മൊനീറ എന്ന് പറയുന്ന ഒരു പുതിയ കിങ്ഡം അവിടെ കൊടുത്തു. കിങ്ഡം മൊനീറ. കിങ്ഡം മൊനീറ. ഈ മൊനീറയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആരെന്ന് ചോദിച്ചാല് ഇറ്റ് ഇൻക്ലൂഡ് ദ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ്. ആരാണ്? പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് എവിടെയുള്ളത്? കിങ്ഡം മൊനീറയിലുള്ളത്. ഇപ്പൊ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് മക്കളെ പ്രോകാരിയോട്ടിക് എന്ന് കേട്ടാൽ ഉടനെ തന്നെ നിങ്ങളുടെ ബ്രെയിനിലോട്ട് വരേണ്ട ആളാണ് ബാക്ടീരിയ. പ്രോകാരിയോട്ടിക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരേണ്ട ആൾക്കാരാണ് ബാക്ടീരിയ. കാരണം ബാക്ടീരിയാസ് ആണ് ബേസിക്കലി പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻസ്. അപ്പൊ ആദ്യമായിട്ട് യൂകാരിയോട്ടിക്കിനെയും പ്രോകാരിയോട്ടിക്കിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത ക്ലാസിഫിക്കേഷൻ ഏതാ? 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ആദ്യമായിട്ട് യൂണിസെല്ലുലാറിനെയും മൾട്ടിസെല്ലുലാറിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത ക്ലാസിഫിക്കേഷൻ ഏതാ? 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻസ്. ഓക്കെ, അപ്പൊ 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻസ് റെഡി ആണെങ്കിൽ കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ തന്നത് 5ാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ്. ദാറ്റ് ഈസ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ശരിയാണ്. ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻസ് പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് RH വിറ്റേക്കർ. RH വിറ്റേക്കർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. ഏത് വർഷമാണെന്ന് അറിയോ? 1969 1969 5 കിങ്ഡം ക്ലാസിഫിക്കേഷന് RH വിറ്റേക്കർ പ്രപ്പോസ് ചെയ്തത്. ഇവിടെ അയാൾ എന്താണ് അയാൾ പുതുതായിട്ട് കൊടുത്ത കിങ്ഡം എന്ന് വെച്ചാല് നമ്മൾ 4 കിങ്ഡം വരെ പഠിച്ചപ്പോൾ ഫംഗസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിന് ആ ഗ്രൂപ്പിലെ ഒരു പ്രത്യേകത എന്താ? അവർക്ക് സെൽ വാൾ ഉണ്ട്. പക്ഷെ എന്താണ്? യൂകാരിയോട്ടിക് ആണ്. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു കിങ്ഡം കൊടുക്കുന്നത് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻസിലാണ്. അതായത് RH വിറ്റേക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻസിലാണ്. ഇന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള കിങ്ഡം ഓഫ് ക്ലാസിഫിക്കേഷനും ഏത് തന്നെയാണ്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. നോക്കിക്കോ, 5 കിങ്ഡംസ് ഏതൊക്കെയാ നോക്കാം. 5 കേസില് ആദ്യം നമ്മൾ പഠിച്ച പോലെ ഫസ്റ്റ് ഏറ്റവും ബേസിൽ മൊനീറ എന്ന് പറഞ്ഞാൽ പ്രോകാരിയോട്ടിക് ഓർഗാനിസം. അടുത്ത യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസം, അതായത് പ്രോട്ടിസ്റ്റ. പിന്നെയോ നെക്സ്റ്റ് വൺ ഈസ് പ്ലാന്റ്. The next one is Animalia. And now a new kingdom is came, that is kingdom of fungi. Fungi എന്ന് പറയുന്ന പുതിയൊരു കിങ്ഡത്തിന്റെ ഫോർമേഷൻസ് ആയി. മൊനീറ, പ്രോട്ടിസ്റ്റ,
പ്ലാന്റ്, ആനിമൽ, ഫംഗി. അപ്പൊ ഇത് തിന്നിരിക്കുന്ന സയന്റിസ്റ്റിന്റെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഇയറും ഇമ്പോർട്ടന്റ് ആണ്. RH വിറ്റേവർ 1969 ഈ ഒരു കിങ്ഡം ഓഫ് ക്ലാസിഫിക്കേഷൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കിങ്ഡം ഓഫ് ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് ക്യാരക്ടേഴ്സിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മൾ നോക്കി ഏതൊക്കെ ക്യാരക്ടർ എന്ന് പറയുന്നത് മോർഫോളജിക്കലായിട്ട് എന്തായാലും ഒരുപാട് ക്യാരക്ടേഴ്സിനെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്ലാന്റ്സും ആനിമൽസും അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത്. അപ്പൊ മോർഫോളജിക്കൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് യൂണിസെല്ലുലാറിനെയും മൾട്ടി സെല്ലുലാറിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. എന്താ? യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് നമ്മുടെ പ്രോട്ടിസ്റ്റയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി യൂണിസെല്ലുലാർ ആയിട്ടുള്ള നമ്മുടെ പ്രോകാരിയോട്സ് ആണ് എവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്? മൊനീറയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇയാൾ യൂകാരിയോട്ടിക്കിനെയും പ്രോകാരിയോട്ടിക്കിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആരാണ്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻസിലെ യൂകാരിയോട്ടിക്കിനെയും നമ്മൾ പറഞ്ഞു 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ല. അവിടെ പ്രധാനമായിട്ടും 3 പ്രോബ്ലംസ് ഉണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നു? ഹെറ്ററോട്രോപ്പിക്കിനെയും ഓട്ടോട്രോപ്പിക്കിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. യൂകാരിയോട്ടിക്കിനെയും പ്രോകാരിയോട്ടിക്കിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. യൂണിസെല്ലുലാറിനെയും മൾട്ടി സെല്ലുലാറിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ യൂകാരിയോട്ടിക്കിനെയും പ്രോകാരിയോട്ടിക്കിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. പ്രോകാരിയോട്ടിക്കിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാ? ആദ്യത്തെ ആള് മാത്രമാണ് പ്രോകാരിയോട്ടിക്, ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്താണ്? യൂകാരിയോട്ടിക്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അടുത്ത സെപ്പറേഷൻ എന്ന് പറയുന്നത് യൂണിസെല്ലുലാറിനെയും മൾട്ടി സെല്ലുലാറിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ആരാ? യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പ്രോട്ടിസ്റ്റേലും യൂണിസെല്ലുലാർ പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ആൾക്കാർ മൊനീറയിലും ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്താണ്? പ്ലാന്റേയും ആനിമലേയും ഫംഗസ് ഒക്കെ എന്താണ്? മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അപ്പൊ ആ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. യൂണിസെല്ലുലാറിനെയും ആൻഡ് മൾട്ടി സെല്ലുലാറിനെയും ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മൾട്ടി സെല്ലുലാറിനെയും ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹെറ്ററോട്രോപ്പിക്കിനെയും ഓട്ടോട്രോപ്പിക്കിനെയും മാറ്റിയിട്ടുണ്ടോ? ഇവിടെ നോക്കുമ്പോൾ മൊനീറയിൽ പെടുന്ന ആൾക്കാർ അവിടെ എന്തുണ്ട്? ഹെറ്ററോട്രോപ്പിക്കിനെയും ഓട്ടോട്രോപ്പിക്കും കൺവേർട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ പ്രോട്ടിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? സംവാട്ട് ഓട്ടോട്രോപ്പിക് ആണ്. പ്ലാന്റ് കംപ്ലീറ്റ്ലി ഓട്ടോട്രോപ്പിക് ആണ്. ആനിമേലിയ എന്ന് പറയുന്നത് ഹെറ്ററോട്രോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ഫംഗസ് ഹെറ്ററോട്രോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അപ്പൊ ബേസിക്കലി ഇവിടെ എന്തും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? ഓട്ടോട്രോപ്പിക്കിനെയും ഹെറ്ററോട്രോപ്പിക്കിനെയും പരസ്പരം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ മൂന്നാമതായിട്ടുള്ള ആ പ്രോബ്ലംസും ഇവിടെ സോൾവ് ആണ്. ഓട്ടോട്രോഫിക്കിനെയും ഹെറ്ററോട്രോഫിക്കിനെയും എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ പ്രോബ്ലം ഇവിടെ സോൾവ് ആണ്. അപ്പൊ ബേസിക്കലി 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മോഡൽ കൂടിയാണ് നമുക്ക്. ഓക്കെ, നമ്മൾ ഇനി ശ്രദ്ധിക്കാൻ പോകുന്നത് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടന്നതിന് ശേഷം നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ 5 കിങ്ഡം നമ്മൾ ഒന്നുകൂടി അറിഞ്ഞിരിക്കാം. അതാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻസ്. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻസ്. ഇവിടെ എന്താ സംഭവം നോക്കുക. ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന 6 കിങ്ഡം 5 കിങ്ഡം ഓർമ്മയില്ലേ? ഏതൊക്കെയായിരുന്നു? മൊനീറ. ഞാൻ ഒന്ന് നോക്കിക്കാം. 5 കിങ്ഡം ഒന്ന് വരച്ചേക്കാം. ഏതൊക്കെ? മൊനീറ ഉണ്ടായിരുന്നേ, പിന്നെ അടുത്താരുണ്ടായിരുന്നേ? നമ്മുടെ പ്രോട്ടിസ്റ്റ ഉണ്ടായിരുന്നേ, ഫംഗസ് ഉണ്ടായിരുന്നേ. ദെൻ പറ മക്കളെ, ആരാ? ഫംഗസ് ഉണ്ടായി കഴിഞ്ഞാല് പ്ലാന്റ് ഉണ്ടായിരുന്നേ. പിന്നെ ആരുണ്ടായിരുന്നേ? ആനിമേലിയ. ആനിമേലിയ അല്ലെ. ഇനി ഇവിടെ എന്താ ചെയ്യുന്നത്? 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻസിലെ ഈ മൊനീറോ ബാക്ടീരിയസിനെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. മൊനീറിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. മൊനീറ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? നമ്മുടെ പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്, ബാക്ടീരിയ. ബാക്ടീരിയയുടെ കേസിൽ 2 ടൈപ്പ് ഉണ്ട്. യു ബാക്ടീരിയ ഉണ്ട്, അതേപോലെ ആരുണ്ട്? ആർക്കി ബാക്ടീരിയാസ് ഉണ്ട്. ആരാണ്? ആർക്കി ബാക്ടീരിയയും യു ബാക്ടീരിയയും. ആർക്കി ആണ് ആർക്കി ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ. എന്താ ഡിഫറൻസ് എന്ന് പറയാം. സാധാരണ നമ്മൾ പറഞ്ഞു പ്രോകാരിയോട്ടിക്കും യൂകാരിയോട്ടിക്കും. ഇയാൾ മാത്രമാണ് പ്രോകാരിയോട്ടിക്, ബാക്കിയൊക്കെ യൂകാരിയോട്ടിക് എന്ന് പറഞ്ഞു. ഇതൊക്കെ എന്താണ്? യൂകാരിയോട്ടിക്. അപ്പൊ എന്താ പ്രൈമറിലി പ്രോകാരിയോട്ടിക്കും യൂകാരിയോട്ടിക്കും തമ്മിലുള്ള ഡിഫറൻസ്? എന്താ ഡിഫറൻസ്? നമുക്ക് യൂകാരിയോട്ടിക്കിന്റെ കേസിലാണെങ്കിൽ എന്തുണ്ടായിരിക്കും പറഞ്ഞു? യൂകാരിയോട്ടിക്കിന്റെ കേസിലാണെങ്കിൽ ഈ ഓർഗാനിസംസിന്റെ സെല്ല് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ലിന് ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, സർക്കുലർ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ആ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ന്യൂക്ലിയർ മെംബ്രെയിനും പ്രസന്റ് ആണ്. അതാണ് യൂകാരിയോട്ടിക് എന്ന് പറയുന്നത്. പക്ഷെ ഒരു പ്രോകാരിയോട്ടിക് സെല്ല് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ യൂകാരിയോട്ടിക് സെല്ലിന്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും? സൈറ്റോപ്ലാസത്തിലായിട്ട് ആരുണ്ടായിരിക്കും? സെൽ ഓർഗനൽസും പ്രസന്റ് ആണ്. ആര് പ്രസന്റ് ആണ്? സെൽ ഓർഗനൽസ് പ്രസന്റ് ആണ്. പക്ഷെ നമ്മളൊരു പ്രോകാരിയോട്ടിക് സെൽ, അതായത് മൊനീറ ബാക്ടീരിയ എടുക്കുന്ന സമയത്ത് ബാക്ടീരിയന്റെ ഉള്ളിൽ ആരുണ്ട്? നമ്മൾ ഈ പഠിച്ച ന്യൂക്ലിയസ് ഉണ്ടാവും. പക്ഷെ ഈ ന്യൂക്ലിയസ് എന്തല്ല? നമ്മൾ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഒന്നും പ്രസന്റ് അല്ല. ആര് പ്രസന്റ് അല്ല? ന്യൂക്ലിയർ മെംബ്രെയിൻ ഒന്നും പ്രസന്റ് അല്ല. അപ്പൊ ട്രൂ ന്യൂക്ലിയസ് ഉള്ള ആൾക്കാരെയാണ് യൂകാരിയോട്ടിക്. ഇതൊരു ട്രൂ ന്യൂക്ലിയസ് ആണ്.
ട്രൂ ന്യൂക്ലിയസ് ആണ്, അതുകൊണ്ടാണ് അതിനെ യൂക്കാരിയോട്ട് ആയിട്ട് കൺസിഡർ ചെയ്തത്. ഇവിടെ ട്രൂ ന്യൂക്ലിയസ് ഇല്ല, അതുകൊണ്ടാണ് അതിനെ പ്രോകാരിയോട്ട് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്തതുകൊണ്ടാണ് പ്രോകാരിയോട്ട് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിന് ചുറ്റുമായിട്ട് എന്തില്ല, ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് അല്ല. ഇനി ഈ പ്രോകാരിയോട്ടിക്കിനെ എന്തിനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞു ഈ പ്രോകാരിയോട്ടിക്കിനെ ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ യു ബാക്ടീരിയ എന്ന് പറയുന്നത് പ്രോകാരിയോട്ടിന്റെ ചില പ്രോകാരിയോട്സിൽ, അതായത് ബാക്ടീരിയന്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും എന്ന് വെച്ചാല് ന്യൂക്ലിയർ മെറ്റീരിയൽ പ്രസന്റ് ആയിരിക്കും. ന്യൂക്ലിയർ മെറ്റീരിയൽ, അതായത് DNA, RNA ഒക്കെ പ്രസന്റ് ആയിരിക്കും. ന്യൂക്ലിയർ മെറ്റീരിയൽ പ്രസന്റ് ആണ്. പക്ഷെ ചില ആൾക്കാരുടെ കേസിൽ അതും പ്രസന്റ് അല്ല. അങ്ങനത്തെ ആൾക്കാരുടെ കേസിൽ എന്താ മാത്രം നമ്മൾ കാണുന്നത്, ന്യൂക്ലിയോയിഡ് മാത്രമേ കാണുന്നത്. അല്ലെ, ഓൾറെഡി ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല, അതുകൊണ്ട് നമ്മൾ അതിനെ പ്രോകാരിയോട്ട് എന്ന് പറയുന്നത്. പക്ഷെ ന്യൂക്ലിയർ മെംബ്രെയിൻ കുഴപ്പമില്ല, എന്നാലും ന്യൂക്ലിയസ് എങ്കിലും ഉണ്ടാണല്ലോ, ന്യൂക്ലിയർ മെറ്റീരിയൽ എങ്കിലും ഉണ്ടാണല്ലോ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കും ട്രൂ ബാക്ടീരിയ എന്ന് വിളിക്കും. ഈ ട്രൂ ബാക്ടീരിയക്കാണ് നമ്മൾ ഈ പേര് വിളിക്കുന്നത്, യു ബാക്ടീരിയ എന്ന് വിളിക്കുന്നത്. പക്ഷെ ഈ ന്യൂക്ലിയോയിഡ് മാത്രമുള്ള, അതായത് ന്യൂക്ലിയർ മെറ്റീരിയൽ ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഇവര് നോക്ക് കുറച്ചും കൂടി ഹാർഷ് ആയിട്ടുള്ള എൻവിറോൺമെന്റ് എന്ന് പറഞ്ഞാല് വളരെ ടെമ്പറേച്ചർ കൂടിയിരിക്കുന്ന, വളരെ പിന്നെ എന്താ പറയുക സലിനിറ്റി കൂടിയിരിക്കുന്ന കണ്ടീഷൻസിലൊക്കെ ജീവിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് ഈ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവരെ നമ്മൾ വിളിക്കും ഫോൾസ് ബാക്ടീരിയ അല്ലെങ്കിൽ സ്യൂഡോ ബാക്ടീരിയ. ഫോൾസ് ബാക്ടീരിയ എന്ന് പറയുന്നത് ഫോൾസ് ബാക്ടീരിയ. ഓക്കെ, അപ്പൊ അതിൽ പെടുന്ന അല്ലെങ്കിൽ ആ ബാക്ടീരിയക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ആർക്കി ബാക്ടീരിയ. സോ നൗ യു ഗോട്ട് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ യു ബാക്ടീരിയ ആൻഡ് ആർക്കി ബാക്ടീരിയ. എന്താ ഡിഫറൻസ് എന്ന് പറയുന്നത്, ട്രൂ ബാക്ടീരിയാസ് ആർ നോൺ ആസ് യു ബാക്ടീരിയ ആൻഡ് ഫോൾസ് ബാക്ടീരിയ ഈസ് നോൺ ആസ് വാട്ട് ആർക്കി ബാക്ടീരിയ. അപ്പൊ ഇതാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻസ്. ഇനി ഈ ക്ലാസിഫിക്കേഷൻ കൊടുത്തിരിക്കുന്ന സയന്റിസ്റ്റിന്റെ പേര് മറക്കരുത്, വൂസ്. ഇതാണ് സയന്റിസ്റ്റിന്റെ പേര്, വൂസ് is a scientist who has given the 6 kingdom classification. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഒരുപാട് നല്ല വ്യക്തമായിട്ടുള്ള ഐഡിയ നമുക്ക് കിട്ടി. ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഐഡിയ നമുക്ക് ഇവിടെ കിട്ടി അല്ലെ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാം. ഞാൻ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ നമ്മള് ഒരുപാട് ഫസ്റ്റ് കിങ്ഡം അല്ലെങ്കിൽ അരിസ്റ്റോട്ടിൽ 2 കിങ്ഡം, 3 കിങ്ഡം, 4 കിങ്ഡം, 5 കിങ്ഡം, 6 കിങ്ഡം വരെ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിനെ ഞാൻ 2 ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതില് നമുക്ക് പഠിക്കാനുള്ള ഒരാളാണ് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ എന്താണ്? നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, എന്താണ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ? നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ ആണ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ. ഇത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഇതൊക്കെ എക്സാമിനൊക്കെ വരുന്ന ഒരു പോയിന്റ് ആണ്. നാച്ചുറൽ ക്ലാസിഫിക്കേഷനും ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷനും. ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ, നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ. സംഭവം ശ്രദ്ധിക്കാം. നമ്മള് ഒരു ക്ലാസിഫിക്കേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരു പ്ലാന്റിന്റെ മോർഫോളജി. ഓക്കെ, ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ക്ലാസിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു പ്ലാന്റിന്റെ മോർഫോളജിക്കൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ മാത്രം, അല്ലെങ്കിൽ ആ പ്ലാന്റ്സിന്റെ സ്ട്രക്ചറൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ മാത്രം. ഇപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ക്ലാസിഫിക്കേഷൻ നടത്താൻ വേണ്ടി എടുത്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ആ പ്ലാന്റിന്റെ ഒരു ട്രീനെ ഒരു പ്ലാന്റിനെ നോക്കിയിട്ട് വലിയ ആൾക്കാരെ ട്രീസ് എന്നും, അതിൽ കുറഞ്ഞ ആൾക്കാരെ ഷ്രബ്സ് എന്നും, അതിലും കുറഞ്ഞ ആൾക്കാരെ ഹെർബ്സ് എന്നാണ് വിളിച്ചത് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും, മോർഫോളജിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. നമ്മൾ സിമിലർ ആയിട്ട് നമ്മൾ ലിനേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ എടുത്താലും മോർഫോളജിക്കലായിട്ട് നമുക്ക് ഒരു പ്ലാന്റ് കിങ്ഡം എന്നും, അതേപോലെ ഒരു ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് ആനിമൽ കിങ്ഡം എന്നും നമ്മൾ എടുത്തു. അപ്പൊ സിമ്പിള് അത് വളരെ കുറഞ്ഞ ക്യാരക്ടേഴ്സിനെ, ഫ്യൂ ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിനെ മാത്രം കൺസിഡർ ചെയ്തിട്ട് നടത്തുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ. എന്താണ്? മോർഫോളജിക്കൽ ആൻഡ് ഫ്യൂ ക്യാരക്ടേഴ്സ് ആർ കൺസിഡേർഡ് ആൻഡ് ഫ്യൂ characters are considered. എവിടെ ഫ്യൂ ക്യാരക്ടേഴ്സിനാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്? എവിടെ ഫ്യൂ ക്യാരക്ടേഴ്സിനെയാണ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷനിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്താ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഒരുപാട് ക്യാരക്ടേഴ്സിന്, ഇപ്പൊ എന്താ പറയുമ്പോ ഒരു മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്, അതുപോലെ തന്നെ അയാളുടെ ഇന്റേണൽ ക്യാരക്ടേഴ്സ്. മോർഫോളജി മാത്രമല്ല, ഇന്റേണൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് നോക്കുക. Considering more number of characters like morphological characters plus ആരെ കൂടി ഉണ്ട്? ഇന്റേണൽ ക്യാരക്ടേഴ്സ് അല്ലെ. ഇന്റേണൽ ക്യാരക്ടേഴ്സിനെ കൺസിഡർ ചെയ്യുന്നു. ഇന്റേണൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അറിയാം. ഇന്റേണൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അയാളുടെ വിൽ ഡിസ്കസ് അബൌട്ട് എംബ്രിയോളജി
എംബ്രിയോളജി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്കറിയാം ഒരാൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, 2 ഗാമേറ്റ് ഫോം ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാകുന്നു. ആ സൈഗോട്ട് ഒരു എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ആ എംബ്രിയോ ആണ് ഒരു പുതിയ ഓർഗാനിസംസ് ആയിട്ട് മാറുന്നത്. അപ്പൊ എംബ്രിയോനെ കുറിച്ചുള്ള സ്റ്റഡീസ് നമ്മളവിടെ നടത്തുന്നുണ്ട്. പിന്നെ നമ്മൾ ഡീൽ വിത്ത് നോക്കുക, നമ്മൾ അനാറ്റമിക്കൽ സ്റ്റഡീസ് നടത്തുന്നുണ്ട്. അനാറ്റമിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇന്റേണൽ സ്ട്രക്ചേഴ്സിൽ കുറിച്ച് പഠിക്കുന്നുണ്ട്, അനാറ്റമിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ വി ആർ ഇൻക്ലൂഡിംഗ് അൾട്രാ സ്ട്രക്ചർ സ്റ്റഡീസ്. നമ്മൾ അൾട്രാ സ്ട്രക്ചർ സ്റ്റഡീസിനെ കുറിച്ചും ഇവിടെ ഡീൽ ചെയ്യുന്നുണ്ട്. അൾട്രാ സ്ട്രക്ചറൽ സ്റ്റഡീസിനെ കുറിച്ചും ഡീൽ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞില്ല. ഇനി നമ്മൾ ആരെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാള് അയാളുടെ ആൻസിസ്റ്റേഴ്സുമായിട്ട് എങ്ങനെയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ സപ്പോസ് നമ്മൾ 2 ഓർഗാനിസംസിനെ കൺസിഡർ ചെയ്തു. നമ്മളിങ്ങനെ ഇയാളുടെ ബേസ് ഇങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരേ ഗ്രൂപ്പിലുള്ള 2 ഓർഗാനിസംസ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇയാളുടെ ആൻസിസ്റ്റേഴ്സും കോമൺ ആയിരിക്കും അല്ലെ. 2 ആൾക്കാര് ഒരേ ടാക്സയിൽ ഇൻവോൾവ് ആണെങ്കിൽ ആ 2 ആൾക്കാരുടെ ആൻസിസ്റ്റേഴ്സ് കോമൺ ആണ്. അപ്പൊ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നതും അങ്ങനെയുള്ള സ്റ്റഡീസ് ആണ്. ദാറ്റ് ഈസ് ദ സ്റ്റഡി റിലേറ്റഡ് ഇൻ ടു ദെയർ എവല്യൂഷണറി സ്റ്റഡീസ് അല്ലെങ്കിൽ സ്റ്റഡി റിലേറ്റഡ് ടു ദെയർ ആൻസിസ്റ്റേഴ്സ്. അപ്പൊ ആൻസിസ്റ്റേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും യെസ് ഈ 2 ആൾക്കാരും പെടുന്നത് ഒരേ ഗ്രൂപ്പിലാണ്. അത് നമ്മൾ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പാണ്. അപ്പൊ ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ ഇസ് എ ക്ലാസിഫിക്കേഷൻ വിച്ച് ഇൻക്ലൂഡ് ദ കൺസിഡറേഷൻ ഓഫ് എ മോർഫോളജിക്കൽ ആസ് വെൽ ആസ് ഇന്റേണൽ ക്യാരക്ടേഴ്സ് ലൈക്ക് എംബ്രിയോളജി സ്റ്റഡീസ്, അനാറ്റമി സ്റ്റഡീസ്, അൾട്രാ സ്ട്രക്ചറൽ സ്റ്റഡീസ് ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് പോലെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിനെ കൺസിഡർ ചെയ്യുമ്പോഴാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ കുറച്ചും കൂടി ആക്യുറേറ്റ് ആകുന്നത്, സ്പെസിഫിക് ആകുന്നത്, പൂർണ്ണമാകുന്നത്. അതാണ് നമ്മളിവിടെ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ആരൊക്കെയാണ് ഇവർക്ക് എക്സാമ്പിൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത്? ആരൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ഇൻക്ലൂഡ് ആകുന്നത്, ആരൊക്കെയാണ് നാച്ചുറൽ വരുന്നത്? നോക്കിയോ, ആർട്ടിഫിഷ്യൽ വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഒന്നാമത്തത് അരിസ്റ്റോട്ടിലിന്റെ ക്ലാസിഫിക്കേഷൻ, അത് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷനാണ്. രണ്ടാമത്തെ നമ്മുടെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ലിനേഴ്സ് പ്രപ്പോസ് ചെയ്ത് ലിനേഴ്സിന്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനും ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷനാണ്. പിന്നെ നമ്മുടെ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ബൈ ആര്? ഏണസ്റ്റ് ഹെക്കൽ പ്രപ്പോസ് ചെയ്ത് ഏണസ്റ്റ് ഹെക്കലിന്റെ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ. ഇനി കുറച്ചധികം ക്യാരക്ടേഴ്സ് കൺസിഡർ ചെയ്ത് വന്ന നമ്മുടെ ക്ലാസിഫിക്കേഷൻ ആണ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അത് എന്തിന് എക്സാമ്പിൾ ആണ്? നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. സോ 4K ബൈ കോപ്പലാൻഡ് പ്രപ്പോസ് ചെയ്ത 4K ക്ലാസിഫിക്കേഷൻ എന്താണ്? നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ ആണ്. അടുത്തതോ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, RH വിറ്റേഗറിന്റെ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ ആണ്. അടുത്തതോ വൂസ് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെയാണ് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇതൊക്കെയാണ് എക്സാമ്പിൾ. ആർട്ടിഫിഷ്യൽ എക്സാമ്പിൾ, നാച്ചുറൽ എക്സാമ്പിൾ. തെറോ അല്ലെ കൺസെപ്റ്റ്? യെസ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊനേറ എന്ന് പറയുന്ന ഒരു കിങ്ഡത്തിനെ കുറിച്ചിട്ടും, രണ്ടാമതായിട്ട് ദ കിങ്ഡം ഓഫ് ഫംഗസിനെ കുറിച്ചിട്ടും, കിങ്ഡം ഓഫ് പ്രോട്ടിസ്റ്റിനെ കുറിച്ചിട്ടും. ഏതൊക്കെയാ? മൊനീറ, പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള മൊനീറിനെ കുറിച്ചിട്ടും, യൂകാരിയോട്ടിക് യൂണിസെല്ലുലാർ ഓർഗാനിസം ആയിട്ടുള്ള പ്രോട്ടിസ്റ്റിനെ കുറിച്ചിട്ടും, പിന്നെയോ നമ്മുടെ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള യൂകാരിയോട്ടിക് ഓർഗാനിസം ആയിട്ടുള്ള നമ്മുടെ ഫംഗസിനെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ബ്രിഡ്ജ് കോഴ്സിൽ നിങ്ങൾ ക്ലിയർ ആക്കേണ്ട പോർഷൻസ് ആണ് ഈ ബേസിക്കൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസും അതിന്റെ ബേസിക് അത് എവിടെ എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ if you have thorough with all these concepts, then I can ensure that the all coming portions will be very much clear for you and would help you for all kind of competitive examinations. Clear അല്ലേ? ഓക്കെ. അപ്പൊ ഇത്രയും പോർഷൻസ് നിങ്ങൾ ബ്രിഡ്ജ് ക്ലാസ്സിലൂടെ നിങ്ങൾ ക്ലിയർ ആയിട്ട് പോവാ. അടുത്ത ഒരു ക്ലാസ്സിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ബോട്ടണിയുടെ 2nd ടോപ്പിക്കിനെ കുറിച്ചിട്ട്, 2ാമത്തെ ചാപ്റ്ററിനെ കുറിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഓറിയന്റഡ് ക്ലാസ് ആയിരിക്കും നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. സോ അപ് ടു ദാറ്റ് ടൈം, signing off. Before that, I am telling you that you must go with your studies. Corona time on, don't get bored. Must go with your studies and prepare and come for the next class. Okay.